അല്ലെങ്കിൽ ഇത് എല്ലാ ദിവസവും ഉള്ളതാ. മനുഷ്യ പണിക്ക് ഇറങ്ങാൻ നേരത്ത് എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലെങ്കിൽ തന്നെ ഈ ബേക്കറിയിൽ നിന്നാ പണിക്ക് വേണം. മഴയ്ക്ക് ചായ കൂടി ഉണ്ടാക്കി അന്നേരമാണ് ആ പൈസ ഈ പൈസ, അവിടെ പരിപാടി ഇവിടെ പരിപാടി, ഒരു സ്വസ്ഥതയും സമാധാനം ചെയ്യും. സ്വസ്ഥതയും സമാധാനം ഉണ്ടാണെങ്കിലേ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണം. ആ ഗീതേച്ചിന്റെ മോളെ കല്യാണത്തിന് 1000 ഉറുപ്പ്യ കൊടുക്കാന്നല്ലേ നിങ്ങൾ പറഞ്ഞേ? നിങ്ങൾ എന്നിട്ട് എത്ര കൊടുത്ത? 500? നിങ്ങൾ എന്ത് പണിയാ ചെയ്യുന്നത്? നമ്മൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ളത് അവർക്ക് 1000 ഉറുപ്പ്യ കൂട്ടി കൊടുത്തില്ലെന്നോ പോട്ടെ, അതിന് കുറച്ച് കൊടുത്തിരിക്കുന്നു. എനിക്കറിഞ്ഞൂടെ, ഞാനിത് ആരാന്റെ വണ്ടി ഓടിച്ചേക്ക് ജീവിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചില്ലറ പൈസ ഒപ്പിച്ചിട്ട് പുറയിലെ കാര്യം നോക്കണം, മക്കളെ കാര്യം നോക്കണം. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്റെ കുടുംബത്തിൽ തീരാത്ത പരിപാടി, ബർത്ത്ഡേ, കല്യാണം, പാലുകാരി, എന്തൊക്കെയാണ് എന്റെ പുരയിലുള്ളത്. എന്റെ കുടുംബത്തിലെ കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാ. ഞാൻ കമ്പനി കൂടാനൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. നിങ്ങളെ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതിനൊക്കെ നിങ്ങൾ വാരിക്കോരി ചെലവാക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അല്ല പിന്നെ നിന്റെ കുടുംബത്തിൽ എന്ത് പരിപാടിനെ പറ്റി പറയുന്നത്? വെറും എന്റെ കുടുംബത്തിൽ തന്നെ പരിപാടി, അവിടെ കല്യാണം, ഇവിടെ കല്യാണം, പാല് കാച്ചി, പുരയെ കൂടൽ, ഇതന്നെ. ഇതിന് പൈസ കൊടുക്കലായിരുന്നു നിന്റെ പണി. അന്നെ കെട്ടി എന്റെ പുരയെ കൂടാന്നല്ലാണ്ട് നിന്റെ പുരയിൽ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നാളെ മുഖം കാണിച്ച് പോരാതല്ലാണ്ട് എന്നിട്ട് ഇങ്ങനെ പറയും എന്റെ കുടുംബം, എന്റെ കുടുംബം. നിങ്ങൾ ഏതൊരു പറഞ്ഞില്ല എന്നെ കെട്ടിന്ന് പോത്ത് ഒന്നും കൊള്ളാതെ നിങ്ങളെ പോലത്തെ ഒന്നും കെട്ടിയപ്പോ അന്ന് തുടങ്ങിയത് എന്റെ അതോഗതി. ഇങ്ങനെ നിങ്ങളെ പോലത്തെ ഒരു ഭർത്താവ് ഇന്നോ ഇല്ലാത്ത കണക്കില്ല. ഇത് നല്ല ഇല്ലാത്ത ചപ്പൊക്കെ ഒന്ന് തെറിഞ്ഞാൽ അന്നവിടെ കുത്തിരിക്കണ്ടായിപ്പോയി. ഇല്ലാണ്ടാവണം അല്ലേ? ഇല്ലാണ്ടാവും പറയടേ എന്താന്നുള്ളത്. എല്ലാം മുളങ്ങൾ കണ്ടാലും ഇങ്ങനെ ആയി എന്താ ചെയ്യുക? നാട്ടാർ കേൾക്കുന്ന നിങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളെല്ലാരും കൂടി അല്ലേ ഇങ്ങനെ ഒരുത്തരന്റെ തലയെ കെട്ടിച്ച് എന്ന് വെച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ? മൂപ്പർ എത്ര കമ്പനി കൂടി നടക്കുന്നുണ്ട്, ഇതിപ്പോ അനുഭവിക്കുന്ന ഞാനും. കാര്യം ശരിയാ ഓനെ, നമ്മളെ വീട്ടിലാണ് താമസിക്കണമെങ്കിലും കൂടിയിട്ട് നയിച്ചിട്ടല്ലേ നമ്മൾ രണ്ടാളും ജീവിക്കുന്നത്. അത് ഈ ചിന്തിക്കണ്ടേ? എല്ലാവർക്കും ഇന്നെ ഉപദേശിക്കാൻ എളുപ്പം. മൂപ്പരൊന്ന് ഉപദേശിച്ചു നന്നാക്കി കൊടുക്കും. ഞാൻ നിങ്ങൾ രണ്ടാളെ പറ്റിയാ പറയുന്നത്. ഓന്റെ കിട്ടുന്നതിന് പരമാവധി ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കില്ലേ. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് വയ്യാണ്ടായിണ്ട് മോളെ. മനുഷ്യന്മാർക്ക് ഭൂമിയിൽ ജീവിതം കുറച്ച് നേരമുള്ളൂ. അതെല്ലാവരും കഴിയുന്നതും സഹകരിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ ജീവിക്കുക. അതിനെക്കാട്ടി വലുത് വേറൊന്നുമില്ല. ചിലപ്പോഴൊക്കെ എന്നോടും നിലതെറ്റി പലതും പറഞ്ഞോലുണ്ട്. എത്ര അടി കൂടിയാലോ എന്നോടും മക്കളോട് സ്നേഹം ഉണ്ട് എന്നിട്ട് എനിക്കറിയാം. ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ ദേഷ്യം പിടിച്ചു പോകുന്നതായിരിക്കും. ഇനി ഞാൻ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം. പരസ്പര വിട്ടുവീഴ്ച, അതാണ് മോളെ ഒരു കുടുംബത്തിന്റെ അടിത്തറ. ശരിയാ. എന്താ സുമേഷ തങ്ങൾ ഇമാതിരി വിഷമിച്ചിരിക്കും പോലെ? ഒന്നും പറയണ്ടോ, വീട്ടിലോരോ പ്രശ്നം. നിങ്ങളെ പുരയിൽ എന്നും കച്ചറല്ല. എന്ത് ചെയ്യാ, പണിക്ക് ഇറങ്ങിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഒരു 2 മക്കൾ ഇന്നും കണ്ടു നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ആലോചിച്ചു? മക്കൾ ആലോചിക്കാനും നല്ലത്. ഞാൻ ഈ ആരാന്റെ വണ്ടി വിളിച്ചിട്ട് അതിനൊക്കെ എന്തൊക്കെ പരിപാടിയാണോള്. ചില്ലറ പരിപാടി നല്ല കണ്ടമാനം പരിപാടി. ഇതിനൊക്കെ കൊടുക്കാൻ എന്റെ തല പൈസ അതിനാണ് പ്രശ്നം. എന്നൊക്കെ പറഞ്ഞ വർത്താനം കേട്ടാ സഹിക്കും. നിങ്ങൾ രണ്ടാളും ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയില്ലെങ്കിൽ ആ മക്കളെ ഭാവി ആകെ തോന്നി. നിങ്ങൾ അതിനുള്ളൊരു കൊമ്പായി ഉണ്ടാക്കും. എന്താന്ന് വെച്ചാൽ സുമേഷേട്ടാ, എല്ലാ പുരയിലും ഉണ്ട് പ്രശ്നങ്ങൾ. പറയുന്ന എന്റെ പുരയിലും അത് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെന്റ് പോകുന്നതിനെ കൊണ്ട് ഒരു കച്ചറല്ലാണ്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അച്ഛന് പ്രായമായ ആളല്ലേ, നിങ്ങൾ അയാളൊന്ന് ആലോചിച്ചു. ഇത് കേൾക്കുമ്പോൾ എന്തോരം വിഷമമുണ്ടാവും. നിങ്ങളൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാണ്. 2 കൈ മുട്ടിയാലല്ലേ ഒച്ച ഉണ്ടാവും. ചിലപ്പോ ഞാനും വിചാരിക്കും എനിക്കൊന്നും ഉണ്ടാകണമെന്നില്ല. ഈ പറഞ്ഞ 2 കൈ മുട്ടിയതാണ് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോ അതന്നെ നല്ല ഓള് പറയാണ് ഞങ്ങൾ പറഞ്ഞു സ്നേഹമില്ലായിട്ടും നല്ലതോ. എന്നെ എങ്ങനെ ഓരോന്ന് പറഞ്ഞു അന്നെ കണ്ടേതായാലും
പന്നോട് കുറിച്ച് കാര്യം പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം, മനസ്സിനൊരു സമാധാനം. ഇങ്ങനായിട്ട് പോട്ടെ സുമേഷേട്ടാ. എന്നാ ശരി, ഞാൻ മനോജേട്ടനൊന്ന് കണ്ടാൽ. ആണോ? ഇവളിപ്പോ എന്തിനാ വിളിക്കുന്നത്? ഹലോ, ഹലോ, നിങ്ങൾ എവിടെയാ? ഞാൻ അങ്ങാടിയിൽ. ഞാൻ പറഞ്ഞൊന്നും കാര്യാക്കല്ലേ, സാരല്ല. വിഷമം വരുമ്പോ പറഞ്ഞു തന്നല്ലേ. നിങ്ങൾ ഉച്ചക്ക് നേരത്തെ വരുമോ? എന്തിന്? ഞാൻ ചോറും മീൻകറിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നു, നമുക്ക് രണ്ടാം കൂടി കഴിക്കാം. നിങ്ങൾ വന്നിട്ടേ ഞാനും കഴിക്കൂ. അങ്ങനെ പറയില്ലേ, നിങ്ങൾ രാവിലെ ശരിക്കൊന്നും തിന്നാത്തല്ലേ. എന്തായാലും ഉച്ചക്ക് വരണേ കേട്ടോ, ഒന്നും മനസ്സിൽ വെക്കല്ലേ. ഹലോ ഹലോ, പിണക്കം കൊണ്ട് സമയം കളഞ്ഞവർ സ്നേഹിച്ച് ജീവിക്കാൻ തീരുമാനിച്ചപ്പോൾ സമയം അവരെ വിട്ടുപോയി.